അതുപോലെ തന്നെ 180 ചോദ്യങ്ങളും 180 മിനിറ്റുമാണ് നീറ്റ് 2025 അനുവദിച്ചിരിക്കുന്നത്. കോവിഡ് പാൻഡമിക്കോടുകൂടി കുട്ടികൾക്ക് കൂടുതൽ ടോപ്പിക്സ് അത് കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൻ ബി അനുവദിക്കുകയും അതിനകത്ത് 10 ചോദ്യങ്ങൾക്കകത്ത് ഏറ്റവും അറിയാവുന്ന 5 ചോദ്യങ്ങൾ ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. അവിടെ ഒരു കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു സമയം അനുവദിച്ചിരുന്നു. 20 മിനിറ്റ് കൂടുതലായിട്ടും അനുവദിച്ചിരുന്നു. 5 ചോദ്യങ്ങളും കൂടുതലായിട്ട് കുട്ടികൾക്ക് കിട്ടുമായിരുന്നു. അത് കോവിഡിൻ്റെ പാൻഡമിക്കൊക്കെ തീർന്നതുകൊണ്ട് മുഴുവൻ അക്കാഡമിക് ഇയറും കുട്ടികൾക്കെല്ലാം കിട്ടിയതുകൊണ്ട് അതെടുത്ത് കളയുകയും കൃത്യമായിട്ട് 180 മിനിറ്റ് 3 മണിക്കൂറിൽ തന്നെ എക്സാം തീർക്കുകയും ഫിസിക്സിൻ്റെ 45, കെമിസ്ട്രിയുടെ 45, ബയോളജിയുടെ 90 ചോദ്യങ്ങൾ കമ്പൾസറി ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ആർമിയുടെ സഹായം നേടേണ്ടതായിട്ടുണ്ട്, ജില്ലാ ഭരണകൂടങ്ങളുടെ സഹായം തേടേണ്ടതായിട്ടുണ്ട്, ജില്ലാ പോലീസ് മേധാവികളുടെ സഹായം തേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ഒഫീഷ്യൽ വർക്കുകൾ അവശേഷിക്കുന്നത് കൊണ്ടാണ് എക്സാം ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്യാത്തത്. 200 ചോദ്യങ്ങൾ എന്നുള്ളത് 180 ചോദ്യങ്ങളാവുന്നു. അതുപോലെ 3 മണിക്കൂർ 20 മിനിറ്റ് വരെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിരുന്ന നീറ്റ് എക്സാം 3 മണിക്കൂറായി ചുരുങ്ങുന്നു. അതുപോലെ സെഷൻ ബി എടുത്ത് കളയുന്നു. ഇതൊരു പരിധിവരെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവില്ല. എങ്ങനെയാണ് ബ്രില്യൻറ്റിന് അതിനോടുള്ളൊരു അപ്രോച്ചിനെ കുറിച്ച്? പക്ഷേ ഒരിക്കലും 2024 പോലെ ഒരു ഹൈ കട്ട് ഓഫ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. 2023 പോലെ ഒരു 600 ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 600-610 ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം കിട്ടുന്ന ഒരു രീതി ആയിരിക്കാം വരാനുള്ള സാധ്യത. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 130ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, തീർച്ചയായിട്ടും ഒരുപാട് അപ്ഡേഷൻസ് ഈ വാരം വരികയുണ്ടായി. അതിൽ കുറേയധികം അപ്ഡേഷൻസ് കുട്ടികൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേഷൻസ് കൃത്യസമയത്ത് തന്നെ ശിവൻ സാറ് വീഡിയോ ഇടുകയും അതിലൂടെ നമ്മുടെ ജനങ്ങളെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ ആധികാരികത, അതിൻ്റെ മറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വാരത്തിൽ വന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒരേപോലെ ആശ്വാസം നൽകുന്ന അപ്ഡേഷൻസിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് നീറ്റിൻ്റെ എക്സാം മോഡിനെ കുറിച്ചിട്ടുള്ളതാണ്. എക്സാം മോഡ് ഓഫ്ലൈൻ ആണെന്നുള്ളത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 180 ചോദ്യങ്ങളും 180 മിനിറ്റുമാണ് നീറ്റ് 2025 അനുവദിച്ചിരിക്കുന്നത്. കോവിഡ് പാൻഡമിക്കോടുകൂടി കുട്ടികൾക്ക് കൂടുതൽ ടോപ്പിക്സ് അത് കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൻ ബി അനുവദിക്കുകയും അതിനകത്ത് 10 ചോദ്യങ്ങൾക്കകത്ത് ഏറ്റവും അറിയാവുന്ന 5 ചോദ്യങ്ങൾ ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. അവിടെ ഒരു കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു സമയം അനുവദിച്ചിരുന്നു. 20 മിനിറ്റ് കൂടുതലായിട്ടും അനുവദിച്ചിരുന്നു. 5 ചോദ്യങ്ങളും കൂടുതലായിട്ട് കുട്ടികൾക്ക് കിട്ടുമായിരുന്നു. അത് കോവിഡിൻ്റെ പാൻഡമിക്കൊക്കെ തീർന്നതുകൊണ്ട് മുഴുവൻ അക്കാഡമിക് ഇയറും കുട്ടികൾക്കെല്ലാം കിട്ടിയതുകൊണ്ട് അതെടുത്ത് കളയുകയും കൃത്യമായിട്ട് 180 മിനിറ്റ് 3 മണിക്കൂറിൽ തന്നെ എക്സാം തീർക്കുകയും ഫിസിക്സിൻ്റെ 45, കെമിസ്ട്രിയുടെ 45, ബയോളജിയുടെ 90 ചോദ്യങ്ങൾ കമ്പൾസറി ആക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് സാധാരണ എല്ലാവരും തന്നെ ആശങ്ക പ്രകടിപ്പിച്ച ഈ ആധാറിൻ്റെ അപ്ഡേഷനും നീറ്റുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം ഇനി എക്സാം ഡേറ്റ് മാത്രമേ ഇനി വരാനായിട്ടുള്ളൂ. നമുക്കറിയാം പരീക്ഷാ രീതി 2024 പോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രിൻറ്റ് ചെയ്യുകയും അത് എല്ലാ സെൻറ്ററുകളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും തന്നെയാണ് ഈ വർഷവും ചെയ്യുന്നത്. ഇനി അതിന് ആർമിയുടെ സഹായം നേടേണ്ടതായിട്ടുണ്ട്, ജില്ലാ ഭരണകൂടങ്ങളുടെ സഹായം തേടേണ്ടതായിട്ടുണ്ട്, ജില്ലാ പോലീസ് മേധാവികളുടെ സഹായം തേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ഒഫീഷ്യൽ വർക്കുകൾ അവശേഷിക്കുന്നത് കൊണ്ടാണ് എക്സാം ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്യാത്തത്. ഏതാണ്ട് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷന്, ഇതിൻ്റെ എക്സാം ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അനൗൺസ്മെൻറ്റും ഉണ്ടാവുകയും ചെയ്യും. അപ്പം കൃത്യമായ സമയങ്ങളിലൂടെ തന്നെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശിവൻ സാർ പുതിയൊരു അപ്ഡേഷൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് 200 ചോദ്യങ്ങൾ എന്നുള്ളത് 180 ചോദ്യങ്ങളാവുന്നു. അതുപോലെ 3 മണിക്കൂർ 20 മിനിറ്റ് വരെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിരുന്ന നീറ്റ് എക്സാം 3 മണിക്കൂറായി ചുരുങ്ങുന്നു. അതുപോലെ സെഷൻ ബി എടുത്ത് കളയുന്നു. ഇതൊരു പരിധിവരെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവില്ല. എങ്ങനെയാണ് ബ്രില്യൻറ്റിന് അതിനോടുള്ളൊരു അപ്രോച്ചിനെ കുറിച്ചൊക്കെ? ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. കാരണം JEE മെയിൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഇതുപോലുള്ള സെക്ഷൻ ബി അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന കൂടുതൽ ചോദ്യങ്ങളുള്ളതെല്ലാം ഒഴിവാക്കിയിരുന്നു. അതിനകത്ത് ന്യൂമറിക്കൽസ്, JEE മെയിൻസ് ന്യൂമറിക്കൽസിനകത്ത് 10 എണ്ണം തന്നിട്ട് 5 എണ്ണം എഴുതിയാൽ മതി എന്ന് അവിടെയും ഉണ്ടായിരുന്നു. അത് കോവിഡ് പാൻഡമിക്കോടുകൂടി വന്നതാണ്. അത് ഒഴിവാക്കുകയാണെന്ന് അന്ന് JEEയുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് ഉറപ്പായിരുന്നു നീറ്റിനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് നമ്മൾ നവംബർ മുതൽ തന്നെ നമ്മൾ
ഈ 180 ചോദ്യങ്ങളും 180 മിനിറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് കുട്ടികളെ പരീക്ഷകളെല്ലാം എഴുതിച്ചത്. ഡിസംബറിൽ തന്നെ നമ്മൾ കുട്ടികൾക്കെല്ലാം നമ്മൾ മോഡലിൻ്റെ എക്സാം ഷെഡ്യൂൾ കൊടുത്തു വിട്ടിരുന്നു. അതിനകത്ത് മുഴുവൻ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. 180 മിനിറ്റ് 180 ചോദ്യങ്ങൾ, അതനുസരിച്ചാണ് നമ്മുടെ മോഡൽ കഴിഞ്ഞതും അതനുസരിച്ച് തന്നെയാണ്. അപ്പം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അത് JEE പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ നേരത്തെ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പം ഇനി അത് പൊതുവെ അത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീറ്റ് 2025 സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് കൂടാനുള്ള, അതായത് 2023 പോലെ നമ്മളത് ഒരിക്കൽ പറഞ്ഞിരുന്നു. 2023 വലിയൊരു ഹൈ കട്ട് ഓഫിലായിരിക്കില്ല ഒരിക്കലും നീറ്റ് നടക്കാനുള്ള സാധ്യത. 2023 മാർക്കിൻ്റെയൊക്കെ പാറ്റേൺ പോലെ ഉള്ള ഒരു സ്കീം ആയിരിക്കും നീറ്റ് 2025 നടക്കാനുള്ള സാധ്യത. സെക്ഷൻ ബി എടുത്ത് കളഞ്ഞതൊന്നും വിദ്യാർത്ഥികളെ ഒരു തരത്തിലും ബാധിക്കില്ല. പിന്നെ 20 മിനിറ്റ് കുറയുന്നപ്പം 180 ചോദ്യങ്ങൾക്ക് 180 മിനിറ്റ് ഉള്ളത് കൊണ്ട് കൃത്യമായിട്ടും ചെയ്യാൻ അവർക്ക് സമയമുണ്ട്. 90 ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ധാരാളം അവർക്ക് ഏറ്റവും സമാധാനത്തോടെ ചെയ്യാനുള്ള ഒരു സമയം തന്നെയാണ്. യഥാർത്ഥത്തിൽ 180 ചോദ്യങ്ങൾക്ക് 180 മിനിറ്റ് തന്നെ മതി. കൂടുതലായിട്ട് ആ 20 മിനിറ്റും സെക്ഷൻ ബിയും കിട്ടിയതുകൊണ്ട് കൂടുതൽ മാർക്കിൻ്റെ റേഞ്ചിലോട്ടൊന്നും പോയിട്ടില്ല. കാരണം 2021, 22, 23 എല്ലാം അതുള്ളതൊന്നും കുട്ടികളെ ബാധിച്ചിട്ടില്ലല്ലോ. അപ്പം സെക്ഷൻ ബി എടുത്ത് കളഞ്ഞതോ 20 മിനിറ്റ് കളഞ്ഞതോ ഒന്നും ഒരു വിദ്യാർത്ഥിയെയും നീറ്റ് ബുദ്ധിമുട്ടാക്കില്ല. വളരെ സിമ്പിളായിട്ട് ഈസി ടു മോഡറേറ്റ് ലെവലിലായിരിക്കും നീറ്റ് 2025 നടക്കുന്നത്. പക്ഷേ ഒരിക്കലും 2024 പോലെ ഒരു ഹൈ കട്ട് ഓഫ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. 2023 പോലെ ഒരു 600 ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, 600-610 ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം കിട്ടുന്ന ഒരു രീതി ആയിരിക്കാം വരാനുള്ള സാധ്യത. അതുതന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. പിന്നെ ഓഫ്ലൈൻ എക്സാമാണ്, OMR ഷീറ്റാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിലൊന്നും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. കുട്ടികളെ സംബന്ധിച്ചോളം 81 ചാപ്റ്ററുകൾ, സിലബസിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അവരതിൽ പരിശീലനം നേടിയിരിക്കുന്നു, മുഴുവൻ ചാപ്റ്ററുകളും എടുത്തിരിക്കുന്നു. ഇനി മോഡൽ എക്സാമുകൾ, ഇനി ഏതാണ്ട് 31 റൗണ്ടുകൾ, പരീക്ഷകൾ 122 എണ്ണം. ഈ 31 റൗണ്ടുകളിലൂടെ അവർക്ക് ഈ ചാപ്റ്ററുകൾ 31 പ്രാവശ്യം ഇനിയും റിവൈസ് ചെയ്യാനുള്ള അവസരമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത്. അവരതിൽ ശ്രദ്ധിക്കുകയും എത്രത്തോളം ക്ലാരിറ്റി ഓരോ കാര്യങ്ങളിലും, എക്സാം എഴുതുന്ന കാര്യത്തിലും ചാപ്റ്ററിൻ്റെ കാര്യത്തിലും ഒക്കെ അവർ വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമിക കാര്യം. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരിക്കലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. സാർ, അതുപോലെ നമ്മുടെ ആധാർ ID അല്ലെങ്കിൽ നമ്മുടെ ആബാർ ID അല്ലെങ്കിൽ ABC ID, ഇത് തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു അടുത്ത് ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ട് അതിനെക്കുറിച്ച് എന്താണ് സാർ? അത് ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു എപ്പിസോഡിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്. നീറ്റ് 2025 രജിസ്ട്രേഷന് ഏതൊരു കുട്ടിക്കും ഒരു യൂണിക് ID നമ്പർ വേണം. ആ ഒരു ID നമ്പർ വെച്ച് അത് എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിലോട്ട് കയറുന്നത്. ഒന്നെങ്കിൽ ആധാർ നമ്പർ, അല്ലെങ്കിൽ ആബാർ നമ്പർ. ആബാർ നമ്പറും ABC ക്രെഡിറ്റ് ID ഒന്ന് തന്നെയാണ്, നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസ കാലവും ഹൈസ്കൂൾ തലം, കോളേജ് തലത്തിലും ഒക്കെയുള്ള അവരുടെ മാർക്കുകൾ, ക്രെഡിറ്റ് സ്കോറുകൾ, ഇൻറ്റേർണൽ മാർക്കുകളെല്ലാം ഏതൊരു ഒഫീഷ്യൽ അതോറിറ്റിക്ക് മുമ്പിലും പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരു മാർക്ക് ഷീറ്റ് കൊണ്ട് കൊടുക്കുന്നതിന് പകരം ഒരു അഡ്മിഷൻ ആണെങ്കിലും ഇൻ്റർവ്യൂവിനാണെങ്കിലും ഹയർ പ്രൊമോഷൻ ആണെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ അധ്യയന കാലഘട്ടത്തിൽ എത്ര പ്രായമായി കഴിഞ്ഞും അത് നമ്മുടെ അക്കാഡമിക് തലം എങ്ങനെ ഉണ്ടായിരുന്നുള്ളതിൻ്റെ പ്രൂഫാണ് ABC ക്രെഡിറ്റ് ID അല്ലെ ആബാർ ID എന്ന് പറയുന്നത്. അത് ഒരു യൂണിക് നമ്പറാണ്, ഒരു 12 ഡിജിറ്റ് നമ്പറാണ്. ആ നമ്പറിന് വേണ്ടിയിട്ട് മാത്രമാണ് നീറ്റുമായിട്ടുള്ള കണക്ഷൻ ഉള്ളൂ, അല്ലാതെ വേറെ ആബാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ആധാർ നമ്പർ ഉണ്ടായാൽ മതിയാകും, ഇല്ലെങ്കിൽ ആബാർ നമ്പർ ഉണ്ടായാൽ മതി, ഇല്ലേ പാൻ കാർഡ് നമ്പർ ഉണ്ടായാൽ മതി, ഇല്ലേ പാസ്പോർട്ടിൻ്റെ നമ്പർ ഉണ്ടായാൽ മതി, ഇല്ലേ ഡിജി ലോക്കർ നമ്പർ ഉണ്ടായാൽ മതി. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ID ഉള്ള ആൾക്ക് നീറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനോ പരീക്ഷ എഴുതുന്നതിനോ പ്രവേശനത്തിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. NTA കൂടുതൽ അതിനകത്തൊരു ക്ലാരിറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ആബാർ ID നോട്ട് മാൻഡേറ്ററി, അത് ഒരു നിർബന്ധമല്ല നീറ്റ് എക്സാമിന്. പിന്നെ ആബാർ ID ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഡിജി ലോക്കറിൻ്റെ ID വഴി 1 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ ആബാർ ID ക്രിയേറ്റ് ചെയ്യാൻ. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ സഹിതമാണ് NTA കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആധാർ എന്ന് പറയുന്നത് ആധാർ അപ്ഡേറ്റ് ആയിരിക്കണം. അതെനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഓഗസ്റ്റ് മാസത്തിൽ തന്നെ 2024 ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ എല്ലാ കുട്ടികളോടും, നമ്മുടെ ലോങ് ടൈം, റെസിഡൻഷ്യൽ, റിപ്പീറ്റർ എല്ലാ കുട്ടികളോടും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഓണം വെക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ആധാർ അപ്ഡേറ്റ് ചെയ്യണം. ആധാർ നീറ്റ് പരീക്ഷ എഴുതുന്നതിനും അതിൻ്റെ നീറ്റിന് അപ്ലൈ ചെയ്യുന്നതിനും പരീക്ഷ എഴുതുന്നതിനും പ്രവേശനത്തിനും വളരെ എളുപ്പമാണ്. അതുതന്നെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ആണെങ്കിൽ
നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ അപ്ലൈ ചെയ്യാം. ഒരു ബുദ്ധിമുട്ടും വരില്ല അപ്ലൈ ചെയ്യുന്നതിന്, ആധാർ അപ്ഡേറ്റഡ് ആണെങ്കിൽ. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഈ ആധാറാണ് കാണിക്കുന്നത്. അപ്പോൾ കയറി പോകാനായിട്ട് ആധാർ കാർഡ് കാണിക്കുന്നു, ബയോമെട്രിക് എടുക്കുന്നു, ഐറിസ് എടുക്കുന്നു. അത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. അവിടെയും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പരീക്ഷയ്ക്ക് കയറിയിരിക്കുന്നു. അഡ്മിഷന് ചെല്ലുന്നു, അവിടെ നമ്മൾ ID പ്രൂഫായിട്ട് ആധാറാണ് കൊടുക്കുന്നത്, അതും അപ്ഡേറ്റഡ് ആണ്. അപ്പം ഈ സാങ്കേതികമായിട്ടുള്ള നടപടികൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അത് ചെയ്തവർക്കെല്ലാം ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റും. ഇനി അത് ഇല്ല എന്ന് വിചാരിച്ച് ഇതൊന്നും ബാധിക്കുന്നില്ല. നമുക്ക് പാസ്പോർട്ട് ഉണ്ടാകാം, പാൻ കാർഡ് ഉണ്ടാകാം, ഡിജി ലോക്കർ ഉണ്ടാകാം, ആധാർ ID ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പം അതിൽ ഒന്ന് മാത്രമാണ് ആധാർ ID എന്ന് പറയുന്നത്. അത് അക്കാഡമിക് തലവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നീറ്റുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഉണ്ടെങ്കിൽ നല്ലത്, ഒരു ഐഡിയും കൂടെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. ആധാർ അപ്ഡേറ്റ് അയക്കുന്നത് നല്ലതാണെന്ന് മാത്രം. സാർ, ഇപ്പോൾ നമ്മുടെ ഒരുപാട് പുതിയ പ്രേക്ഷകരുണ്ട്. ഒരു പക്ഷേ സാർ പറഞ്ഞു നമ്മുടെ ഓണം സമയത്ത് നമ്മുടെ കുട്ടികളെ എല്ലാം അലേർട്ട് ചെയ്ത് അവർ വെൽ പ്ലാൻഡ് ആയിരുന്നു, പ്രിപ്പയർഡ് ആയിരുന്നു. തീർച്ചയായും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യണം, അത് ഈ നടപടികൾക്ക് എളുപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെ കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ ക്യാമ്പസിൽ അതിൻ്റെ ആൾക്കാരെ വിളിച്ച് എല്ലാവരുടെയും തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പസിൽ എല്ലാ ക്യാമ്പസുകളിലും നമ്മൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് ഉണ്ട്, അതായത് നമ്മുടെ പുതിയ പ്രേക്ഷകരുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ അവർക്ക് ഒരു പരിധി വരെ അവർ നേരത്തെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇൻ കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയെങ്കിൽ അവരുടെ മുന്നിൽ അവർ നേരിടാൻ പോകുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നീറ്റിന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ഒരു യൂണിക് ID ചോദിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ആധാർ നമ്പർ, ഇപ്പോൾ ആധാർ ഉള്ള ആളെ സംബന്ധിച്ചോളം ആധാർ നമ്പർ കൊടുക്കുന്നു. ആധാർ നമ്പർ കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പം ഈ ആധാർ ഒരു മൊബൈലുമായിട്ട് ലിങ്ക് ആയിരിക്കണം. അത് അച്ഛൻ്റെ ആയിരിക്കാം, അമ്മയുടെ, ഏതെങ്കിലും ഒരു മൊബൈൽ, കുട്ടിയുടെ മൊബൈൽ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു മൊബൈലുമായിട്ട് ലിങ്ക് ആയിരിക്കും. ആ മൊബൈലിലോട്ടൊരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയുള്ളൂ. അങ്ങനെ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കുട്ടിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ബാക്കിയുള്ള കാര്യങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ പേര്, അഡ്രസ്സ്, കാറ്റഗറി, നാഷണാലിറ്റി, അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. കുട്ടിയുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പം ആധാർ അപ്ഡേറ്റഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ OTP വരുന്നു, OTP എൻ്റർ ചെയ്യുന്നു, ആപ്ലിക്കേഷൻ പേജിലോട്ട് കിടന്നു, ആപ്ലിക്കേഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകാം. ഇനി ആധാർ അപ്ഡേറ്റഡ് അല്ല എങ്കിലോ, ഈ മൊബൈലുമായിട്ട് ലിങ്ക് അല്ലെങ്കിലോ, അതവിടെ നിൽക്കും. കാരണം OTP വരാത്തത് കൊണ്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവില്ല. അപ്പം നമുക്ക് ഒരു പാസ്പോർട്ട് ഉണ്ട്, ഒരു പാൻ കാർഡ് ഉണ്ടെങ്കിൽ ആ നമ്പർ കൊടുത്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറി ചെയ്തു പോകാം. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് നമ്മുടെ ഈ കൊടുത്ത ID ഏതാണോ ആ IDയുമായിട്ട് നമുക്ക് പോയി പരീക്ഷ എഴുതുകയും ചെയ്യാം. ഇനി ആധാറിലെ പേര് തെറ്റാണ്, അതായത് ആധാറിലെ പേരും കുട്ടിയുടെ ക്ലാസ് 10ലെ പേരും ഒരുപോലെ ഇരിക്കണം എന്നാണല്ലോ പറയുന്നത്. അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കുട്ടിയുടെ ആധാറിനകത്ത് ശിവകുമാർ EP എന്നായിരുന്നു. പക്ഷേ ക്ലാസ് 10 വന്നപ്പോഴത്തേക്കും ശിവകുമാർ EP എന്നുള്ള ഇക്കും പിക്കും എക്സ്പാൻഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇയും പിയും ആദ്യമാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇൻഷ്യൽ ഇല്ല. അങ്ങനെ പല ഇതുണ്ടാകാം. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ മുമ്പോട്ട് പോകാം. ആകെ കുട്ടിക്ക് ആധാർ മാത്രമേ ഉള്ളൂ. ആധാറിനകത്ത് പേര് 10th വ്യത്യാസമുണ്ട്. നമ്മൾ ആധാർ വെച്ച് തന്നെ രജിസ്റ്റർ ചെയ്യുന്നു. ആധാറിലെ പോലെ നമ്മൾ ആധാർ നമ്പർ കൊടുത്തു, OTP വന്നു, എൻ്റർ ചെയ്തു, ആധാറിലെ പോലെ പേര് വന്നു, ആ പേര് വെച്ച് നമുക്ക് മുഴുവൻ ചെയ്യുന്നു. പരീക്ഷയ്ക്ക് നമ്മൾ ആധാർ കാണിക്കുന്നു, കാരണം ആധാറിലെ പേര് ഇത് ഒന്ന് തന്നെയാണ്. ആധാർ കാണിച്ച് പരീക്ഷ എഴുതുന്നു. കോളേജിൽ പ്രവേശനത്തിന് ചെല്ലുമ്പം 10th ക്ലാസ്സിലും 12th ക്ലാസ്സിലും പേര് വ്യത്യാസമുണ്ട്, അല്ലേ? വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വില്ലേജ് ഓഫീസിൽ നിന്നുള്ള 1 and same സർട്ടിഫിക്കറ്റ് കൊടുത്ത് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. ആധാറിലെ പേര് തെറ്റാണെങ്കിൽ ആധാർ പോലെ തന്നെ ചെയ്യുന്നു, ആധാർ വെച്ച് പരീക്ഷ എഴുതുന്നു. അഡ്മിഷന് ചെല്ലുമ്പോഴാണ് 10th ക്ലാസ്സും 12th ക്ലാസ്സും നോക്കുന്നത്, അല്ലേ? കോളേജിൽ ചെല്ലുമ്പോൾ മാത്രമേ 10th 12th നോക്കുകയുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ 1 and same കാണിച്ച് നമുക്ക് പേര് കറക്റ്റ് ചെയ്യാം. അതൊരു രീതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആധാർ വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, അടുത്ത പേജിൽ വന്നു, അപ്പോൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് പേര് തെറ്റായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് മാനുവലായിട്ട് വേണേൽ കറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. നമ്മൾ മാനുവലായിട്ട് കറക്റ്റ് ചെയ്ത് 10th 12th പോലെ തന്നെ പേരാക്കിയിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ കറക്റ്റായിട്ടുള്ള പേരുള്ള ID ഏതാണോ, ഒന്നുകിൽ ഇനി ആധാർ അപ്ഡേറ്റ് ചെയ്യാം. മെയ് മാസം ആകുമ്പോഴത്തേക്കും ആധാർ പുതുക്കി കിട്ടിയാൽ മതി, ഈ ആധാർ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നു, അപ്പോൾ കറക്റ്റ് പേരായി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കറക്റ്റ് പേരുള്ള ID ഏതാണോ, +2 ഹോൾ ടിക്കറ്റ് ഏതാണോ നമ്മുടെ കയ്യിൽ ID ഉള്ളത്, ആ IDയുമായിട്ട് പോയി പരീക്ഷ എഴുതുന്നു. അങ്ങനെയും നമുക്ക് മുമ്പോട്ട് ചെയ്യാം. അപ്പോൾ ഇതൊന്നും നമ്മുടെ ആ പരീക്ഷയെയോ നമ്മുടെ ആപ്ലിക്കേഷനെയോ അഡ്മിഷനെയോ ഒന്നും ബാധിക്കില്ല. പക്ഷേ നടപടികൾ ലഘൂകരിക്കാൻ ആധാർ അപ്ഡേറ്റ് ആയിരിക്കണമെന്ന് മാത്രം കുട്ടികൾ ഓർത്താൽ മതി. ഇനിയാണെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപകരിക്കും. നമുക്ക് ഈ നടപടികളെല്ലാം ലഘൂകരിക്കാനായിട്ട് ഉപകരിക്കും. അല്ലാതെ ഇതൊന്നും ഇല്ല എന്നോർത്തുകൊണ്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല.
സാർ അതുപോലെ കർണാടകയിലേക്കുള്ള MBBS പ്രവേശനത്തിന്റെ ആപ്ലിക്കേഷന്റെ ഒരു സമയമാണെന്നുള്ളൊരു അപ്ഡേഷൻ അതെ കഴിഞ്ഞ 23-ാം തീയതി ആരംഭിച്ചു. അപ്പൊ അത് ആർക്കൊക്കെ ഉള്ളതാണ്? മലയാളികൾ എങ്ങനെ അതിനെ സമീപിക്കണം? കർണാടകയിൽ CET 2025 എന്നുള്ളതാണ് കർണാടകത്തിലെ എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ നമുക്കറിയാം നമുക്കെന്താണ് കേരളത്തിൽ എന്താണ് കീം 2025 അതെ. കേരള എൻട്രൻസ് കമ്മീഷണറുടെ കീം 2025 വഴിയാണ് കേരളത്തിലെ മെഡിക്കലും എഞ്ചിനീയറിങ്ങും ബിഫാമും ആർക്കിടെക്ചറും. ഓക്കെ. അതിപ്പോൾ അടുത്ത മാസം ആപ്ലിക്കേഷൻ വിളിക്കും. അതുപോലെ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കർണാടകത്തിൽ താമസിക്കുന്നവർക്കുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള അടുത്ത വർഷത്തേക്കുള്ള ആപ്ലിക്കേഷനാണ് CET 2025. ഓക്കെ. അപ്പോൾ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള A മുതൽ O വരെ ക്ലോസ് ഉണ്ട്. ഉം. പല രീതിയിൽ അവിടെ എലിജിബിലിറ്റി കിട്ടാം. ഉം. ഇപ്പോൾ മലയാളിയാണെന്ന് വിചാരിച്ച് അവിടെ 7 വർഷം പഠിച്ചാൽ അവിടുത്തെ മുഴുവൻ സീറ്റുകൾക്കും അർഹതയുണ്ട്. 12 വർഷത്തെ അക്കാഡമിക്കിൽ 7 വർഷം പഠിച്ചാൽ കർണാടകത്തിലെ സ്റ്റേറ്റ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാം. ഐദർ പേരൻ്റ് ഓർ സ്റ്റുഡൻറ്റ് ബോൺ ഇൻ കേരള, കേരളത്തിൽ നേറ്റിവിറ്റി കിട്ടും, കേരളത്തിൽ നമുക്ക് അപേക്ഷിക്കാം. ഓക്കെ. 2 സ്റ്റേറ്റിൽ സ്റ്റേറ്റ് കോട്ടയ്ക്ക് അപേക്ഷിച്ചു എന്ന് വെച്ചാൽ യാതൊരു കുഴപ്പവുമില്ല. ഉം. അപ്പം അക്കാഡമിക്കിൽ 7 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ കർണാടകത്തിൽ കിട്ടും. ഉം. അങ്ങനെ പിന്നെ കർണാടകക്കാരായിട്ടുള്ളവർ, അവിടെ ജനിച്ച് അവിടെ താമസിച്ച് അവിടെ പഠിക്കുന്നവർ, അങ്ങനെയുള്ള ആ എല്ലാ ക്ലോസിലുമുള്ളവർ അപ്ലൈ ചെയ്യേണ്ടതാണ് CET 2025. അവർക്ക് എന്തൊക്കെ കിട്ടും? അവർക്ക് അവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, അവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ്, MBBS, BDS, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, അഗ്രികൾച്ചർ, വെറ്റിനറി, BSc നഴ്സിംഗ്, എഞ്ചിനീയറിങ്, അങ്ങനെ അവിടുത്തെ എല്ലാ പ്രൊഫഷണൽ കോഴ്സിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് ആയുഷ്, ഹോമിയോ, അതെല്ലാം ഇതുവഴിയാണ് CET 2025. അതിൽ അവർക്ക് പരീക്ഷ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ MBBSനും BDSനും ആണെങ്കിൽ അവർ പരീക്ഷ ഒന്നും എഴുതണ്ട, നീറ്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. എന്നാൽ അഗ്രികൾച്ചർ, വെറ്റിനറി പോലെയുള്ളതാണെങ്കിൽ, BSc നഴ്സിംഗ് പോലെയുള്ളതാണെങ്കിൽ, എഞ്ചിനീയറിങ്ങിനൊക്കെ അവിടെ പരീക്ഷയുണ്ട് ഓക്കെ. അവിടെയുള്ളവർക്ക്. ഏപ്രിൽ 16-ാം തീയതി 17-ാം തീയതിയാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജിയുടെ പരീക്ഷ. 60 ചോദ്യങ്ങൾ വീതമാണ്. OMRലാണ്. അതാണ് അവിടെയുള്ള കുട്ടികൾ ഈ അവിടുത്തെ പ്രൊഫഷണൽ കോഴ്സിലോട്ട് എഴുതേണ്ട പരീക്ഷ. ഓക്കെ. കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. ഏപ്രിൽ 18-ാം തീയതിയാണ് പരീക്ഷ. അതായത് നമ്മുടെ കേരളത്തിലെ കാസർഗോഡ്, മഞ്ചേശ്വരം, ഹോസ്ദുർഗ് താലൂക്കുകളിലുള്ള ആ താലൂക്കുകളിൽ ജീവിക്കുകയും അവിടെ പഠിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് കർണാടകത്തിലെ 25% സീറ്റുകൾക്ക് അർഹതയുണ്ട് ഈ ഗഡിനാട് ടെസ്റ്റ്, ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി യോഗ്യത നേടിയാൽ. അപ്പോൾ അതിനുള്ള ടെസ്റ്റ് ഏപ്രിൽ 18-ാം തീയതിയാണ്. അത് കേരളത്തിലെ ഈ 3 താലൂക്കിലുള്ളവർക്കേ ഉള്ളൂ ആ ഒരു എലിജിബിലിറ്റി കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ. അപ്പം കർണാടകക്കാർക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഈ 3 താലൂക്കിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളീയർക്ക് ഇതിനകത്ത് എന്താണ് കാര്യം? കേരളീയർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, നമ്മൾ എല്ലാ ഇൻ്റർവ്യൂകളിലും പറഞ്ഞതാണ്, റോമൻ കാത്തലിക്സ്, അതായത് സിറിയൻ കാത്തലിക്സ് വിഭാഗത്തിന് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 55 MBBS സീറ്റുകൾ 8.16 lakhs പെർ ഇയറിന് സെൻറ്റ് ജോൺസിലുണ്ട്. അത് കർണാടകത്തിന് വെളിയിലുള്ള സിറിയൻ കാത്തലിക്സ് വിഭാഗത്തിനുള്ളതാണ്. മുഴുവൻ സീറ്റുകളും നമ്മുടെ കുട്ടികൾ തന്നെ പ്രവേശനം നേടുന്നത്. കാരണം ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജല്ലേ. അപ്പം അതിന് ആഗ്രഹമുള്ളവർ ഇപ്പം അപേക്ഷിക്കണം. പരീക്ഷ നീറ്റാണ്, പക്ഷേ അപേക്ഷ സമർപ്പിക്കേണ്ടത് CET 2025 സെൻറ്റ് ജോൺസിൽ വേണ്ട സിറിയൻ കാത്തലിക്സ്. ഈ സിറിയൻ കാത്തലിക്സ് അല്ലാത്ത ബാക്കിയുള്ള ക്രിസ്ത്യൻസ്, ബാക്കിയുള്ള ജനറൽ വിഭാഗം, OBC, മുസ്ലിം ഒക്കെ ഉള്ള വിഭാഗങ്ങളൊക്കെ 10 സീറ്റുകൾ സെൻറ്റ് ജോൺസിലുണ്ട് ഓപ്പൺ കോട്ട വിഭാഗത്തിൽ. അതിന് വേണമെങ്കിലും CETയിൽ അപ്ലൈ ചെയ്യണം. ഇനി ഇതല്ലാതെ അവിടെ 20ഓളം സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളുണ്ട്. 12 ലക്ഷം രൂപ, സെൻറ്റ് ജോൺസിൽ 8 ഉള്ളെന്ന് പറഞ്ഞു, ബാക്കിയുള്ള 20 മെഡിക്കൽ കോളേജിൽ 12 ലക്ഷം രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഫീസ്. അവിടെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്കും നമ്മുടെ CET 2025 വഴി അപ്ലൈ ചെയ്യണം. അപ്പം കർണാടകത്തിലെ ഒരു മാനേജ്മെൻറ്റ് സീറ്റ് MBBSന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ CETക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പരീക്ഷയൊന്നും എഴുതേണ്ട. പിന്നെ ഏറ്റവും അധികം മലയാളികൾ പഠിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് BSc നേഴ്സിംഗ്. കർണാടകത്തിലെ മൈസൂറും മംഗലാപുരവും ബാംഗ്ലൂരും ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികളോട് BSc നേഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ ഫീസിൽ ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസമാണ് കർണാടകത്തിൽ നടക്കുന്നത്. ഈ BSc നേഴ്സിങ്ങിന് ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷ വേണമെന്നുള്ളത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്, ഈ വർഷവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രവേശന പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ട് ഈ ഏപ്രിൽ 16, 17 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയുടെ പരീക്ഷ എഴുതണം. അവിടുത്തെ BSc നേഴ്സിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റും കുറേ ഗവൺമെൻറ് സീറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളത് കർണാടകത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും CETക്ക് അപ്ലൈ ചെയ്യുകയും ഏപ്രിൽ 16, 17 പരീക്ഷ എഴുതുകയും ചെയ്യണം.
എന്നാൽ മാത്രമേ അവിടെ BSc നഴ്സിങ്ങിന് മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ അപേക്ഷിച്ചാൽ മാത്രമേ BSc നഴ്സിങ്ങിന് അവിടെ അവർ മാത്രമേ പരീക്ഷ എഴുതേണ്ടതായിട്ടുള്ളൂ. മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്നവരെല്ലാം നീറ്റ് എഴുതിയാൽ മതി, എന്നിട്ട് നീറ്റിൻ്റെ സ്കോർ പിന്നീട് കൊടുത്താൽ മതി. പക്ഷേ അപ്ലൈ ചെയ്യാൻ ഇത് മാത്രമേ അവസരമുള്ളൂ. ഓക്കെ സാർ, അതുപോലെ തന്നെ BSc നഴ്സിംഗിന്റെ കാര്യത്തിൽ സാർ ഇങ്ങനെ സബ്ജക്റ്റുകളെ പരാമർശിച്ചപ്പോൾ കൂടെ മാത്സും കൂടെ പറഞ്ഞിരുന്നു. ഈ മാത്സ് എഴുതേണ്ട ആവശ്യകത അല്ല, അവിടെ CET 2025 എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും ചേർന്നതാണ്. ഇതിൻ്റെ ടോട്ടൽ മാർക്കാണ് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പം മാത്തമാറ്റിക്സ് നമ്മൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ല റാങ്ക് കിട്ടും. മാത്തമാറ്റിക്സ് നമുക്കറിയാൻ മേല, എഴുതിയില്ലെങ്കിൽ റാങ്ക് അത്രയും കുറയും BSc നഴ്സിങ്ങിന്. അത് ഓർത്താൽ മതി, അല്ലാതെ കമ്പൽസറി ഒന്നും അല്ല. സാറ് നേരത്തെ പരാമർശിക്കുകയുണ്ടായി നമ്മുടെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിനെ കുറിച്ച്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളതും ബ്രില്യൻറ്റിൽ നിന്നാണെന്ന് സാറിങ്ങനെ. തീർച്ചയായിട്ടും, കാരണം നമ്മൾ പറഞ്ഞല്ലോ ഈ 55 സീറ്റുകൾ സിറിയൻ കാത്തലിക്സ് വിഭാഗമുള്ളതിൽ മുഴുവൻ നമ്മുടെ വിദ്യാർത്ഥികളാണ്. ഓപ്പൺ കോട്ടയിൽ 10 സീറ്റ് എല്ലാവർക്കും ആയിട്ടുണ്ട്. ഇതുകൂടാതെ കന്യാസ്ത്രീ സമൂഹത്തിന് 25 സീറ്റുകളുണ്ട്. ഇപ്പം നമ്മുടെ ക്യാമ്പസിൽ കണ്ടിട്ടില്ലേ, പക്ഷേ ഏറ്റവും കൂടുതൽ ഈ സെൻറ്റ് ജോൺസ് പഠിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റേഴ്സ് വരുന്നതാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടുണ്ട്, എങ്കിൽ പോലും അവർ നമ്മളുടെ ക്ലാസ്സുകളും പരീക്ഷകളിലൂടെ ഈ സീറ്റുകൾക്ക് അവർ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അവർ നന്നായിട്ട് പാസ്സാകുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 25 സീറ്റുകളുണ്ട് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കന്യാസ്ത്രീ സമൂഹത്തിനായിട്ട്. അത് അവർക്കും ഈ CET അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാർ, അതുപോലെ ഇപ്പോൾ സെന്റ് ജോൺസ് ഒരു പ്രൈവറ്റ് സെക്ടറാണ്. ഇപ്പം നമ്മൾ എത്തുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലേക്ക് എത്തുമ്പോൾ പിന്നെ കാരണം കേരളത്തിൽ 12 ഗവൺമെൻറ് കോളേജുള്ളൂ, കർണാടകത്തിൽ 25 ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് 11ഓളം സ്ഥാപനങ്ങൾ അധികമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗവൺമെന്റ് സെക്ടറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ഈ CET-യിലൂടെയാണോ മുന്നോട്ട് പോകേണ്ടത്? അതിൻ്റെ ഒരു നടപടി എങ്ങനെയാണ്? കർണാടകത്തിൽ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉള്ളവരുടെ 85% സീറ്റുകൾ CET-യിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. കേരളീയർക്കാർക്ക് കർണാടകത്തിൽ എന്താ ഗവൺമെൻറ് സീറ്റ് കിട്ടുക? 15% MBBS BDS അല്ലേ കിട്ടുള്ളൂ. അതിന് CET വേണ്ട, ആരും അപ്ലൈ ചെയ്യേണ്ടതില്ല. അത് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട വഴി mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും തെലങ്കാനയിലും ഒക്കെ ഗവൺമെൻറ് MBBS സീറ്റും BDS സീറ്റും കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം 652 മാർക്ക് വരെ 25,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ ഉള്ളവർക്ക് നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ MBBSന് പ്രവേശനം കിട്ടി. അത് ഒക്കെ MCC വഴി, അതിന് CET ആയിട്ട് സ്റ്റേറ്റ് കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. സാർ, അതുപോലെ തന്നെ കർണാടകയിൽ 2 ESI മെഡിക്കൽ കോളേജുകളുണ്ടല്ലോ. ഈ ഒരു CET-യുടെ ആവശ്യകതയുണ്ടോ അതിലേക്ക്? ഇല്ല, അവിടെയും ഈ പറഞ്ഞ പോലെയാണ്. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജും ഗുൽബർഗ മെഡിക്കൽ കോളേജും ESI മെഡിക്കൽ കോളേജുകളാണ്. അവിടുത്തെ 15% ഓൾ ഇന്ത്യ കോട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും MCC വഴി അപ്ലൈ ചെയ്താൽ കിട്ടും. അവിടെ ESI വേണമെന്നൊന്നുമില്ല, എല്ലാവർക്കും 15% സീറ്റുകൾ MCC സൈറ്റ് വഴി കിട്ടും. 35% സീറ്റുകളാണ് ESI IP വാർഡ് വഴി ഈ 2 കോളേജുകളിലും ESIക്കാർക്ക് കിട്ടുന്നത്. അതിന് ESIയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്ത് ഈ IP സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നമ്മുടെ MCCയുടെ വെബ്സൈറ്റ് വഴി തന്നെ കിട്ടുന്നത്. അതിന് CET അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. സാർ, അതുപോലെ ഡീംഡ് കോളേജുകൾ ഏറ്റവും അധികം ഉള്ളത് നമ്മുടെ കർണാടക. അതെ, 12 കോളേജുകളാണ് കർണാടകത്തിലെ ഡീംഡ് മെഡിക്കൽ കോളേജുകളുള്ളത്. അപ്പോൾ ഈ ഡീംഡ് കോളേജുകളിലേക്കുള്ള പ്രവേശനം CET എക്സാമിലൂടെയാണോ? ഇപ്പം നമുക്കറിയാം മണിപ്പാൽ മെഡിക്കൽ കോളേജ്, മണിപ്പാലിന് 2 ക്യാമ്പസാണുള്ളത്. ഡീംഡ് മേഖലയിലെ മെഡിക്കൽ കോളേജാണ്. 18 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ 5 മെഡിക്കൽ കോളേജുകൾ എടുത്ത് നോക്കിയാൽ അവിടുത്തെ പ്രവേശനത്തിൻ്റെ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ മണിപ്പാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഡീംഡ് മെഡിക്കൽ കോളേജാണ് മണിപ്പാൽ. അതുപോലെ ധാരാളം മണിപ്പാലുണ്ട്, JSS ഉണ്ട്, ധാരാളം 12 ഡീംഡ് മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടുത്തെ 100% പ്രവേശനവും MCCയുടെ സൈറ്റ് വഴിയാണ്. അതിന് നമ്മൾ CET അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ് കൊടുക്കുന്ന പോലെ തന്നെ 2 ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഡീംഡുകൾക്ക് ഓപ്ഷൻ കൊടുക്കാം. CET ആയിട്ട് ബന്ധമില്ല. പക്ഷേ CET ആയിട്ട് ബന്ധമുള്ളതുണ്ട്. ആർക്കാണ്? കർണാടകത്തിൽ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉള്ളവർക്ക്, കർണാടകക്കാർക്ക് ഈ ഡീംഡ് കോളേജുകളിലും വളരെ ചുരുങ്ങിയ ഫീസിൽ സീറ്റുണ്ട്. അത് CET വഴി മാത്രമേ കിട്ടുകയുള്ളൂ. കർണാടകക്കാർ MCC വഴി ഡീംഡിന് കൊടുത്താൽ 18 ലക്ഷമോ 20 ലക്ഷമോ 25 ലക്ഷമോ ഒക്കെ ആവും. CET വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് 1.25 ലക്ഷം രൂപയ്ക്ക് ഡീംഡ് കോളേജുകളിൽ പഠിക്കാനായിട്ട് സാധിക്കും. സാർ, ഇപ്പോൾ ഡീംഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു നമുക്ക് ഫീസ് കുറവിൽ പഠിക്കാൻ സാധിക്കും. അവിടെയുള്ളവർക്ക്, അവിടെ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉണ്ട്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത് സാർ? അതായത് കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനങ്ങളിലുള്ളവരെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫീസ് കുറവ് പഠിപ്പിക്കണം എന്നുള്ളത് നിയമമാണ്. അത് ആ കോളേജിൻ്റെ അഫിലിയേഷൻ കിട്ടുമ്പോഴേ ആ ഗവൺമെൻറ്റുമായിട്ടുള്ളൊരു നോംസാണ്. അവിടെയുള്ള കുട്ടികളെ ഏറ്റവും ചെറിയ ഫീസിൽ പഠിപ്പിക്കണം. അപ്പം ഡീംഡ് ആണെങ്കിലും
സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളാണെങ്കിലും കർണാടകക്കാർക്ക് 1.25 ലക്ഷം രൂപ മാത്രമേ വാർഷിക ഫീസ് ഉള്ളൂ. നമുക്ക് അവിടുത്തെ ഒരു സീറ്റ് എടുക്കണമെങ്കിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 12 ലക്ഷം ആകും, അല്ലെ മണിപ്പാലിൽ 18 ലക്ഷം ആകും, JSSൽ 20 ലക്ഷം ആകും. പക്ഷേ കർണാടകത്തിലുള്ളവർക്ക് അവിടെയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ 1.25 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഇത് കർണാടകത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റുകളിലും അതാത് സ്റ്റേറ്റിലുള്ളവർക്ക് അവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ ഫീസ് വളരെ കുറവാണ്. തമിഴ്നാട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 13.5 ലക്ഷമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് തമിഴ്നാടിൻ്റെ സെൽഫ് ഫിനാൻസിങ് വേണമെങ്കിൽ 4 ലക്ഷം രൂപയെ വാർഷിക ഫീസ് ഉള്ളൂ. അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ആ സ്റ്റേറ്റിലുള്ളവർക്ക് അതാത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഫീസ് കുറഞ്ഞ് പഠിക്കാനായിട്ട് പറ്റും, കേരളം ഒഴികെ. സാർ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് കേരളത്തിൽ ഒഴികെ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സാർ കേരളത്തിൽ അങ്ങനെ വരാത്തത്? കേരളത്തിൽ അങ്ങനെ ഒരു ഫീസ് അളവിൽ ഉള്ളൊരു സാധ്യത? തീർച്ചയായിട്ടും അത് മാത്രമാണ് നമുക്ക് ഈ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളൊരു ബുദ്ധിമുട്ട്. അതായത് ഇവിടെ ഏറ്റവും അധികം നീറ്റ് ആസ്പിരൻസ് ഉള്ളതും നമ്മൾ നീറ്റ് 2024 ഒക്കെ റിസൾട്ട് കണ്ടതാണ്. ഏറ്റവും കൂടുതൽ നീറ്റിൻ്റെ റാങ്കും മാർക്കും ഒക്കെ ഉള്ള മലയാളികളാണ് ഉള്ളത്. നമുക്ക് ഈ ഒരു MBBS എന്ന് പറയുന്നത് അതൊരു പാഷനാണ്, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ ഒരു ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. അത്രയധികം സ്കോറും അത്രയധികം കുട്ടികൾ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ കുറവാണ്. 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉള്ളൂ. ഈ 12 മെഡിക്കൽ കോളേജുകൾ പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലും കുറച്ച് സീറ്റുകളുണ്ടല്ലോ. ഓൾ ഇന്ത്യ കോട്ടയിൽ 10,000-ഓളം സീറ്റുകളുണ്ട്. ഈ ഓൾ ഇന്ത്യ ലെവലിലും MBBSന് അഡ്മിഷൻ കിട്ടിയില്ല എങ്കിൽ സാധാരണക്കാരനൊരു കുടുംബം ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലോട്ട് പ്രവേശനം നേടിയാൽ 8 ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീസ് മാത്രമായിട്ട് കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിൽ. കേരളത്തിൽ 20 സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജാണുള്ളത്. ഇവിടെ എല്ലാവർക്കും ഒരേ ഫീസാണ്. 8 ലക്ഷത്തിന് മുകളിലാണ് കേരളത്തിലുള്ളവർക്കും കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ഫീസ്. അപ്പോൾ ഏതാണ്ട് 40 ലക്ഷം രൂപയോളം ട്യൂഷൻ ഫീസായിട്ട് ഈ ഗവൺമെൻറ് കിട്ടിയില്ല എങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിലോട്ട് പോകുമ്പോഴേക്കാണ്ട് 40 ലക്ഷം രൂപ ഇപ്പം കേരളീയർക്ക് MBBSന് ഫീസായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അൺബാലൻസിങ് വളരെ രൂക്ഷമാണ് കേരളത്തിൽ. പക്ഷേ 2016 മെഡിക്കൽ വിദ്യാഭ്യാസം വളരെ കലുഷിതമായിരുന്നൊരു സമയമായിരുന്നു. കുറേയധികം മെഡിക്കൽ കോളേജുകൾ ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കുന്നില്ല. കുറേയധികം മെഡിക്കൽ കോളേജുകൾ അഡ്മിഷനിൽ നിന്ന് മാറി നിൽക്കുന്നു. കാരണം കുറഞ്ഞ ഫീസിൽ ഇവിടുത്തെ ചിലവനുസരിച്ച് പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വളരെ കലുഷിതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളും ഗവൺമെൻറ്റും ഉണ്ടാക്കിയ ഒരു കരാറാണ്. കാരണം ഇവിടെയുള്ള ഇത്രയും നീറ്റ് ആസ്പിരൻസ് ആയിട്ടുള്ള ഇത്രയും മെഡിക്കൽ ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീസിന് ഏകീകൃത നിലവിലുള്ള ഒരു ഫീസ് ഘടന കൊണ്ടുവരികയും അത് ഗവൺമെൻറ്റും കോളേജുകളും കൂടെ ഒപ്പിട്ടിട്ടാണ് ഏറ്റവും ശാന്തമായിട്ട് ഇപ്പോൾ പ്രവേശന നടപടികളെല്ലാം നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കരാറും പ്രകാരമാണ് ഇവിടെയുള്ള മുഴുവൻ സീറ്റുകളിലേക്കും 8 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. 2022 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ശുപാർശ പോലെയാണ്. ഡീംഡ് കോളേജുകളും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും 50% സീറ്റുകൾ ഫീസ് കുറഞ്ഞ് പഠിപ്പിക്കണമെന്നുള്ളത്. അതൊരു ഓർഡറോ ഒരു സുപ്രീം കോടതിയുടെ അനുവാദമോ ഒരു ഭരണഘടനാപരമായിട്ടുള്ളൊരു നിലനിൽപ്പോ ഒന്നുമില്ലാതെ എല്ലാ കോളേജുകളോടും ഒരു അഭ്യർത്ഥന പോലെ നിങ്ങൾ അതാത് സ്റ്റേറ്റിലുള്ളവരെ കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കണം, 50%എങ്കിലും കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കണമെന്നുള്ള ഒരു ശുപാർശ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ സുപ്രീം കോടതിയിൽ വളരെ ചർച്ചകൾക്ക് വിധേയമാകുകയും ചെയ്തു. പക്ഷേ അതിനൊരു ഫൈനൽ വേർഡിക്റ്റ് ഒന്നും ആയിട്ടില്ല. ഇവിടെ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഫീസിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെല്ലാം അതാത് സ്റ്റേറ്റിലുള്ളവർക്ക് കുറേ സീറ്റുകളെങ്കിലും ഫീസ് കുറഞ്ഞ് പഠിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നീറ്റ് 2025 ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് വിദ്യാർത്ഥികളും ഒപ്പം നമ്മളും മാതാപിതാക്കളും ഒക്കെ ഒരുപോലെ പ്രവേശിക്കുക. തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്ത ആഴ്ച ഈ എപ്പിസോഡ് ചിത്രീകരിക്കുമ്പോൾ ഒരു പക്ഷേ നോട്ടിഫിക്കേഷന്, എക്സാമിൻ്റെ ഡേറ്റ് അതെല്ലാം തന്നെ വന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. യെസ്. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പത്തിൽ ശിവൻ സാർ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വിദ്യാർത്ഥികൾക്കും ഒപ്പം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്കും ബ്രില്യൻറ്റിൻ്റെ ഭാഗമായ മാതാപിതാക്കൾക്കും ഒക്കെ ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ ഒരു എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ അത് 3 മണിക്കൂറായി ചുരുങ്ങുന്നു, 180 ചോദ്യങ്ങളായി ചുരുങ്ങുന്നു, സെഷൻ ബി എടുത്ത് കളയുന്നു. ഇത്രയും കാര്യങ്ങൾ കുട്ടികളുടെ ഒരു പാനിക് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു പബ്ലിക്കിൻ്റെ ചോദ്യത്തിൽ ശിവൻ സാർ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ ആ കാര്യത്തിൽ കോൺഫിഡൻസ് ആയിരുന്നു. ബ്രില്യൻറ്റ് എല്ലാ കാര്യങ്ങളിലും ഒരുപടി മുന്നെയാണ്. ഏറ്റവും ആദ്യം
ആധികാരികമായി ആണ് എന്നുള്ളതിന് തെളിവാണ്. കൃത്യമായി കുട്ടികൾക്ക് അതേ സമയത്തിൽ അത്ര തന്നെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും. തന്നെയുള്ള പരീക്ഷകൾ ബ്രില്യൻ്റ് നടത്തി. അതുപോലെ തന്നെ ഒരുപടി മുന്നേ എന്ന് പറയുന്നതിൽ നമ്മുടെ ആധാറിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും. ഓണം വെക്കേഷന് വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ അവർക്ക് കൃത്യമായ അലേർട്ട് കൊടുത്ത് അവരെയും അവരുടെ മാതാപിതാക്കളെയും അലേർട്ട് ചെയ്തിരുന്നതാണ് അപ്ഡേഷൻ. ആധാറുമായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അതും കൃത്യസമയത്ത് തന്നെ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഇത് വലിയൊരു ആശ്വാസത്തിന്റെ സമയം തന്നെയാണ്. യെസ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ എടുത്തു പറയുകയാണ്, ഇനി അങ്ങോട്ടുള്ള യാത്രയിലും എല്ലാ കാര്യങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി പറഞ്ഞു തന്നുകൊണ്ട് തന്നെ ശിവൻ സാറും ഒപ്പം ബ്രില്യൻ ടീമും ഒന്നടങ്കം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് ലൈവുകൾ വരാനുണ്ട്. ഏറ്റവും പുതിയ പുതിയ അപ്ഡേഷൻസ് ഏറ്റവും ആദ്യം ശിവൻ സാറിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലോകമെമ്പാടും വരുന്ന ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.